ആ പെയിന്റിംഗ് ആണോ? ഓടുവാണോ? കല്യാണ പെണ്ണ് പെയിന്റ് ഒക്കെ കഴിയുന്ന വീഡിയോ ചെയ്തതാ അല്ലേ? എവിടെ നമ്മള് ബ്രഷ് കഴുകാൻ വേണ്ടി നിന്നാ അടിച്ചത് മൊത്തം അവരാ ആണോ? നീ എവിടാ? എന്ത് കാണുന്നില്ലല്ലേ ഷർട്ടൊക്കെ ഇട്ട്? വളവാന്ന് അറിഞ്ഞുകൊണ്ടറിയ പിന്നെ അത് ആ വണ്ടി കൊണ്ടാവുന്ന ചവിട്ടി നിൽക്കത്ത് പോലും ക്യാമറ സ്കാന് ജനറൽ ഹോസ്പിറ്റൽ HDFC. അത്ര കറക്റ്റായിട്ട് കാണുമ്പോ അല്ലേ? നല്ലൊരു മരം മേടിച്ചോണ്ട് പോയാൽ ഇരിക്കത്തില്ലായിരിക്കും അല്ലേ? കൂണെങ്ങനെ വില? എത്ര? എന്ത് രൂപ? 200? എന്തായാലും ഉണ്ട്. ആ അത് തന്നെ. രണ്ട് ടൈപ്പ്. എത്ര നേരം ഇരിക്കും ഇത്? ഇത് ഫ്രിഡ്ജ് വെച്ചാൽ 7 ദിവസം ഇരുന്നുള്ളൂ. അല്ലെങ്കിലോ? അല്ല, ഒരു ദിവസമുള്ള വെളിയിരിക്കുന്നു. ഇവിടെ വെയിൽ അപ്പുറത്ത് വേണ്ട. ഇത് മുട്ടായിട്ട് കൂണ്. ഇത് വിടർന്ന ടൈപ്പ് കൂണ്. ഇത് നമുക്ക് ബീഫ് കളത്തുന്ന പോലെ വെക്കാം. ഇത് തോരനും തീയലും വെക്കാൻ നല്ല. ഇത് ഈ കറുത്ത പാടൊക്കെ അത് നമ്മൾ കച്ചിക്കകത്തിട്ട് ചെയ്യുന്നുണ്ട്. 5 മിനിറ്റ് വെള്ളത്തിട്ട് കഴിയാൻ. ഇത് 2 രൂപയാണോ? ഇതിപ്പോ ഇന്നിപ്പോ ഇത് കൊണ്ടുപോയി എത്ര ദിവസം ഇരിക്കും? ഇന്നൊരു ദിവസം ഫുള്ള് വെളിയിരുന്നു. ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ 5 ദിവസം ഇരുന്നു.
അല്ല നിലവിലിപ്പോൾ ഞങ്ങൾ കോട്ടയം അങ്ങോട്ട് പോവാ. കോട്ടയത്ത് ഞാൻ വൈകിട്ടേ തിരിച്ചു വരത്തുള്ളൂ. ഞങ്ങൾക്ക് മുണ്ടയ്ക്കാൻ പോവുകയും ചെയ്യണം. ഇരുന്നോളൂ, വൈകുന്നേരം വരെ, വൈകിട്ട് വരെ ഇരുന്നോളൂ. ചീത്തയാകത്തില്ല. ഇല്ല, ഉറപ്പാണ്. ഡൗട്ട് ഷുവറാണല്ലോ അല്ലേ? എന്തോ ഷുവറാണല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല. തിരുവനന്തപുരം വരെ മേടിച്ചോണ്ട് പോകുന്നുണ്ടോ? ഒരു നിങ്ങൾ തന്നെ ചെയ്യുന്നതാണോ? അല്ല, എൻ്റെ അല്ല, വേറെ ആണോ? ആ, ഈ കളർ മാറിയിട്ടുണ്ടോ അതിൻ്റെ? ഇല്ല ഇല്ല, ഈ കളർ ഇങ്ങനെ ഇതൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അല്ല, മഞ്ഞപ്പ് കയറില്ലല്ലോ ഇവിടെ വൈറ്റും അതങ്ങനെ വരത്തുള്ളൂ. മേടിക്കാം. ഒരു കുറച്ചുകൂടെ നല്ല പീസ് ഉണ്ടോ നോക്കി? എല്ലായിരിക്കും നമ്മൾ രാവിലെ പറിച്ചതല്ല. ആ, ബോൾ മേടിക്കണം, അത് മേടിക്കണം. ഇത് ബോള് രണ്ടു ഓരോന്ന് മേടിച്ചാലോ? എനിക്ക് വീട്ടിലോട്ടുകൂടെ മേടിക്കാം. ആ, വീട്ടിലോട്ട് എന്നാക്കി നമ്മൾ മേടിക്കുന്നത്? രണ്ടൊരു വിലയല്ലേ? ഒരു ബോളും ഇതും ഒരു ബോളും എടുത്താ വീട്ടിലോട്ട്. കാശ് എടുത്തോണ്ടോ? ഇവിടെ ഒരു ബോളും ഇത് കൊടുത്താ നമുക്ക് എന്നാ ബോളും ഇതുകൂടെ മേടിക്കണം. ആ, രണ്ടും ചെയ്യാം. എന്നാൽ 2 ബോളും 2 ഇതാ. 200 ഗ്രാം എന്ന് ഉദ്ദേശിക്കുന്ന മറ്റേ കവറിനെ കൂടെ കൂട്ടിയാണ് 200 ഗ്രാമോ? അതല്ല, എന്തോ കൂണിൻ്റെ രണ്ടായിട്ട് പാക്ക് ചെയ്തു. വേണ്ട, ഒരുമിച്ച് ചെയ്യാന്നാ മതി. ഇരിക്കുമല്ലോ അല്ലേ? അത് ചീത്തയായി പോവോ? അല്ല, വണ്ടിക്ക് വെയിലത്തിരിക്കേണ്ടി വരും. ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയാം, തിരുവനന്തപുരം അതല്ല പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ വണ്ടി കൊണ്ട് വെയിലത്തിട്ടിട്ട് ഞങ്ങളൊരു പ്രോഗ്രാമിന് പോവാം. പിന്നെ ഞങ്ങൾ വൈകുന്നേരം തിരിച്ച് വണ്ടിക്കകത്ത് വരുള്ളൂ. അപ്പോഴത്തേക്കും ഡാമേജ് ആയി പോകണം. അങ്ങനെ ഒരു പ്രശ്നമില്ല. എത്രയായി? 200 എന്നാ കുറയും? പിന്നെ കുറയാൻ വെച്ച് മാറിപ്പാ. എൻ്റെ യാത്ര എന്താ? എൻ്റെ യാത്ര. എൻ്റെ യാത്ര. പോയില്ല. അതൊന്ന് ഗൂഗിൾ വെച്ച് ലോഗോസ് ജംഗ്ഷനിലെ ഇടത് തിരിയുക നാഷണൽ ഹൈവേ 183 നിലക്കാണ്. ട്രാഫിക് സർക്കിളിൽ നാഷണൽ ഹൈവേ 183 തുടരാൻ രണ്ടാമത്തെ എക്സിറ്റ് സ്വീകരിക്കുന്നു. എങ്ങനെ പോകാനാ പറയുന്നത്? ഇല്ല, കാരണം ഞാൻ അപ്പുറത്തോടെ പോകുന്നു. ഇതില് കോട്ടയം കുമിളി റോഡ് വശത്തേക്ക്. വഴിയില്ലല്ലോ. അപ്പുറത്തോടെ കറങ്ങി പറഞ്ഞു ഇനി പോകണം. ഇടത് തിരിയുക കോട്ടയം കുമിളി റോഡ് വശത്തേക്ക് തുടരുകയാണ്. കോട്ടയം കുമിളി റോഡ് എന്നിടത്തേക്ക് പോകാനായി ഇടത്തേക്ക് തിരിയുക. ഇങ്ങോട്ട് കയറുമ്പോൾ മാറ്റിക്കോളൂ. വലത് തിരിയുക ഗുഡ് ഷെഫർഡ് സ്ട്രീറ്റ് വശത്തേക്ക് തുടരുകയാണ്. ഇടത് തിരിയുക. അതിലും പോത്തില്ല. ഇനി അപ്പുറത്ത് നിന്നിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പുറത്ത് നിന്ന് അവരെ ഫോൺ എടുത്ത് വെച്ചിട്ട് ആപ്പ് വഴി ഓൺ ഓഫ് ആക്കത്തില്ല. ചാർജ് റെക്കോർഡ് അതെല്ലാം അവിടെ പോകൂലേ.
പാലക്കാട് സൗത്ത് റോഡ് എന്നിടത്തേക്ക് പോകാനായി വലത്തേക്ക് തിരിയുക. തുടരുക നാഷണൽ ഹൈവേ 183 എന്നിടത്തേക്ക് പോകാനായി വലത്തേക്ക് തിരിയുക. നാഷണൽ ഹൈവേ 183 എന്നിടത്തേക്ക് പോകാനായി വലത്തേക്ക് തിരിയുക. മര്യാദയ്ക്ക് കിടന്ന സ്ഥലമാണ് പൊളിച്ച് കുളമാക്കി ഈ പരിവാക്കി തന്നെ. അപ്പോൾ അവിടെ വാട്ടർ ഫൗണ്ടനെ ഭയങ്കര സെറ്റപ്പായിരുന്നു ചെയ്തില്ലേ, ചവിട്ടി മൊത്തം ഗാർഡനെ ഭയങ്കര സെറ്റപ്പായിരുന്നു. അടിപൊളിയായിരുന്നു, എല്ലാം നശിപ്പിച്ച് കുളം കുത്തി. എന്നാ ജീവിയാ ചുമ്മാ ഫ്രണ്ടിലോട്ട് കയറി വന്നേക്കാ. ട്രാഫിക് സർക്കിളിൽ MC റോഡിലേക്ക് വന്ന മറ്റേ എക്സിറ്റ് സ്വീകരിക്കുക. അതിലെ പോയിട്ട് പിന്നെ തിരിച്ച് പറഞ്ഞു നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ 800 മീറ്റർ റെയിൽവേ സ്റ്റേഷൻ റോഡ് എന്നതിൽ തുടരുക. അങ്ങനെയൊക്കെയാ കാണിക്കുന്നത് ഇവിടെ. ഇവിടെ ഓട്ടോക്കാട് ചോദിച്ചാൽ കറക്റ്റ് അറിയാം. ജോയിസ് പാലസ് അല്ലേ, അത് ജോയിസ് പാലസ് ആണോ? 200 മീറ്ററിൽ ട്രാഫിക് സർക്കിളിൽ MC ഇത് റോഡിലേക്ക് നോക്കണ്ട വന്ന കേട്ടോ, മറ്റേ ഇതെനിക്ക് എക്സിറ്റ് സ്വീകരിക്കുക. ഇത് ശരിയാണോ എന്തോന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതൊന്ന് കയറ് എടുത്തോട്ടെ, വിട്ടേര് വിട്ടേര്. ആ അതില്ലല്ലോ, നമുക്ക് തോരൻ വേണ്ടപ്പാ. നമുക്ക് ഫ്രൈ ചെയ്ത് മറ്റേ ഒരു മസാലക്കൂട്ട് അങ്ങനെ വെച്ചാൽ മതി. എനിക്ക് തോരൻ അതിപ്പോ വെയിറ്റ് അതിലൂടെ ഒഴിക്കുന്നുണ്ട്. ഒരുമിച്ചെങ്ങടാ ഉപ്പ ഇത്ര കൊടുക്കും, ഇത്ര സാധനത്തിന് ഇത്ര ഉള്ളൂ. കുറിച്ചേക്കട്ടെ ഒരു പാട്ട് വായിക്കത്തോണുള്ള ഓടിക്കും. വെടുക്കടി മേടിച്ചോണ്ടിരുന്നുള്ളൂ, ആരും മേടിച്ചു സാധനം മേടിച്ചോണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളകും പെരുംജീരകവും.
മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി അത് മതിയോ ഇനി വേണോ ഇട്ടോ മുളക് പൊടി ഇങ്ങോട്ടോ എരിവില്ലാത്തതുകൊണ്ട് മല്ലിപ്പൊടി വേണോ സാരം ഇട്ടേക്കാം. എന്തൊക്കെ വച്ചേ എടീ കുറച്ച് ഗുണമുള്ളൂ, അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഒന്നാക്കാം അല്ലേ? നീ വാ, എന്നാ അത് ഇങ്ങോട്ട് ഊറ്റിക്കോ. ആ ഊപ്പി ചെയ്തിട്ട് അത് വേണ്ടേ അതിനകത്തിട്ട് ഒഴിക്കാം. അങ്ങനെ ഇതിനകത്തിട്ടിട്ടേ ഒഴിക്കാം. അതിനകത്ത് എടുക്കണ്ടേ അല്ല അതിങ്ങോട്ട് എടുത്തു കമത്തിക്കോ ഇങ്ങോട്ട്. വെള്ളം ഉണ്ടെന്നേ വെള്ളം സഹിതം കമത്ത്. ചാറ് വേണ്ടേ? വേണ്ടേ? ഉപ്പുണ്ട് ഉപ്പിട്ടുണ്ടേ ഒത്തിരി ഇല്ലല്ലോ. നോർമലി ഇത് അപ്പൊ ഇതുപോലുണ്ടോ ഗരം മസാല മേടിച്ചു കഴിക്കുന്നില്ലടി നീ? ചോർത്തിക്കുക. എന്റെ അടുത്ത് പറഞ്ഞേ ഒരുപാട് പേര് എന്റെ അടുത്ത് പറഞ്ഞു അടിപൊളിന്ന് വെച്ചാ നല്ല രസം, നല്ല ടേസ്റ്റ്. ഗ്രേവി എനിക്ക് എനിക്ക് ഇങ്ങനത്തെ ഗ്രേവി ഇഷ്ടം. എനിക്ക് തോരനേക്കാൾ ഇഷ്ടം ഈ ഒരു ഇതാ. അപ്പൊ തോരൻ വെക്കാൻ പറ്റില്ലല്ലോ. തോരൻ വെക്കാൻ വേണ്ടി തികയത്തില്ല. അതിനേക്കാൾ ഇഷ്ടം എനിക്ക് ഇങ്ങനെ ഈ മസാലയില്ലേ പൊറോട്ട മേടിച്ചിട്ടോ അടിപൊളി ആയിരിക്കും. അയ്യോ കഴിച്ചിട്ട് വരുന്നുണ്ടോ? ഗുരുവൻ രണ്ട് പൊറോട്ട മേടിച്ചിട്ടുണ്ടോ? ഇപ്പൊ തന്നെ ചുട്ടാൻ തോന്നുന്നു. ചൂടാ. പൊറോട്ട നല്ല അല്ലേ? നല്ല മയമുണ്ട്.